കഴിഞ്ഞ മാസമായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് ഞാൻ പോയിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണുന്നതും ECG വെക്കവും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ഹാർട്ട് വീക്കാണെന്നുള്ള കാര്യം. 60-70% EF വരേണ്ടടുത്ത് 40% ഉള്ളൂ. അതായത് ഹൃദയത്തിൽ തിരിച്ച് പമ്പ് ചെയ്യുന്ന കപ്പാസിറ്റി 40% കിട്ടുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് മുതൽ ഹാർട്ട് ഫെയിൽ ആവാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹാർട്ടിൻ്റെ വീക്ക്നെസ് അല്ല എൻ്റെ മെയിൻ അസുഖം എന്ന് പറയുന്നത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ജനറ്റിക് അസുഖമാണ്. ജനറ്റിക് അസുഖമായതുകൊണ്ട് തന്നെ അതിനൊരു ക്യൂർ ഇതുവരെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടില്ല. ഇനി എന്താണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്നുള്ളത് നോക്കാം. കേൾക്കുമ്പോൾ നല്ല രസമുള്ള പേരാണെങ്കിലും ഒരു വൃത്തികെട്ട അസുഖമാണ്. ശരീരത്തിലെ മസിൽ ഓരോ നിമിഷവും നശിച്ചു പോകുന്ന ഒരു വൃത്തികെട്ട അസുഖമാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഇതിന് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ LGMD എന്ന് പറയുന്ന ലിംബ്-ഗിർഡൽ മസ്കുലാർ ഡിസ്ട്രോഫി ആണെന്നാണ് എന്നിൽ സസ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അത് കാണിച്ചു തുടങ്ങും. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിൽ ചില ടൈപ്പുകൾ, അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ടീനേജ് കാലത്ത് അല്ലെങ്കിൽ ഒരു 20s തുടങ്ങുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ആ പ്രായത്തിൽ നമ്മളെ മസിൽസൊക്കെ സ്ട്രോങ് ആവുന്ന സമയത്ത് മസിൽസ് എൻ്റെ വീക്കായി തുടങ്ങും. അങ്ങനെ പതിയെ ഓടാൻ ബുദ്ധിമുട്ടായി തുടങ്ങും, ഓടാൻ പറ്റാതെയും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായി തുടങ്ങും, പതിയെ നടക്കാൻ പറ്റാതെയും കാലിൻ്റെ മസിൽസിൽ വെച്ചിട്ടായിരിക്കും തുടങ്ങുക. അതുപോലെ കയ്യിൻ്റെ ഷോൾഡേഴ്സിന് ബുദ്ധിമുട്ട് വന്ന് തുടങ്ങും, കൈ പൊക്കാനൊക്കെ പറ്റാതെയും, അതായത് കൈയും കാലും അനക്കാൻ പറ്റാത്ത രീതിയിലോട്ട് എത്തും. അതിൻ്റെ കൂടെ ചില ടൈപ്പുകളിൽ ഹൃദയത്തെയും ബാധിക്കും, ലങ്സിനെ ബാധിക്കും, അതായത് ശരീരത്തിലുള്ള എല്ലാ മസിൽ ഗ്രൂപ്പ്സിനെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് എൻ്റെ ന്യൂറോളജിസ്റ്റ് എനിക്കിങ്ങനെ ഒരു മസ്കുലാർ ഡിസ്ട്രോഫി ആണെന്ന് ഡൗട്ട് അടിച്ചപ്പോൾ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞത്. അങ്ങനെയാണ് കാർഡിയോളജിസ്റ്റിനെ കാണുന്നതും ഹാർട്ടിനെ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 16 വയസ്സ് മുതൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിരുന്നു. പക്ഷേ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയൊട്ടിയവനെ പാമ്പ് പിടിച്ചു പറഞ്ഞ പോലെ എനിക്ക് 16 വയസ്സിൽ ആദ്യമായിട്ട് ഡിസ്ക് ബൾജിൻ്റെ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ ഇഷ്യൂ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് കാലിൽ ആരോഗ്യമില്ലാത്തത് എന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ മാത്രമല്ല, എന്നെ നോക്കിയ എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാലം എടുത്തത്. അങ്ങനെ 16 വയസ്സിൽ ആദ്യം നടുവേദന കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 വർഷമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2021 കൊറോണ സമയത്താണ് പിന്നീട് ബുദ്ധിമുട്ട് വരുന്നത്. അതായത് സയാറ്റിക്കയുടെ പ്രശ്നം വന്നു. ലെഫ്റ്റ് ലെഗ് മൊത്തം പാരലൈസ് ആയ പോലെ രീതിക്കായി. ഡിസ്ക് ബൾജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്ക് ഹെറിനേഷൻ കാരണം ആ രീതിക്ക് ആയതുകൊണ്ട് സർജറി പറഞ്ഞിരുന്നു. പക്ഷേ സർജറി ചെയ്യാതെ തന്നെ നമ്മൾ കുറച്ചൊക്കെ റിക്കവറായി വന്നു. പിന്നെ അതിന് ശേഷം പിന്നീട് നടുവേദന ശരിക്കും പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതായത് കാലിന് ആരോഗ്യം വെപ്പിക്കാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഓടാൻ പറ്റാതെയാവുകയും സ്റ്റെപ്പ് കയറാൻ പറ്റാതെയാവുകയും ചെയ്യുന്നത്. അപ്പം നമ്മളപ്പോഴും വിചാരിക്കുന്നത് ഡിസ്കിൻ്റെ ഇഷ്യൂ കാരണമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും സിംറ്റം ഉണ്ടായിട്ട് നമുക്ക് ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖത്തെ പറ്റി ഇപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലായിരിക്കും അങ്ങനെ ജനറ്റിക് അസുഖങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഫാമിലിയർ അല്ലാത്തൊരു കാര്യമാണ് ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖം. അതുകൊണ്ട് അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ജനറ്റിക് അസുഖങ്ങളൊക്കെ ടീനേജ് പ്രായത്ത് കാണിച്ചു തുടങ്ങുമെന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടായിരുന്നു ഇത് ഡയഗ്നോസ് ചെയ്യാൻ അത്രയും വഴുകിപ്പോയത്. ഡയഗ്നോസ് ചെയ്യാൻ വഴുകിയതുകൊണ്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ മേ ബി ചില ടൈപ്പുകൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ സ്ട്രെങ്ത് നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഈ ഹാർട്ട് ഫെയിൽ ആവാതിരിക്കാനുള്ള മരുന്ന്, അതുപോലെ മസിൽസ് സ്ട്രെങ്തൻ ആവാനുള്ള മരുന്നുകളൊക്കെ നമ്മൾ കഴിച്ചെങ്കിൽ പോലും ഇതിൻ്റെ റൂട്ട് കോസായിട്ടുള്ള ഡിസീസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നമ്മുടെ ശരീരം ഏറ്റെടുക്കുന്നോ, ശരീരം ഇതിനെ ഉൾക്കൊള്ളുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഹൃദയത്തെ ഓൾറെഡി ഒരുപാട് നല്ല രീതിക്ക് ബാധിച്ചുകൊണ്ട് തന്നെ ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് ഡോക്ടേഴ്സിനോ കഴിക്കുന്ന എനിക്കോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കേണ്ടി വരും. ഏത് ടൈപ്പ് ഓഫ് മസ്കുലാർ ഡിസ്ട്രോഫി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വരാൻ 1 അല്ലെങ്കിൽ 2 ആഴ്ച എടുക്കുമായിരിക്കും. പിന്നെ ടെസ്റ്റിൽ മസ്കുലാർ ഡിസ്ട്രോഫി ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ടോ ചോദിച്ചാൽ ആ ഹോപ്പ് നമുക്കുണ്ട് ഇപ്പോഴും. ഇത്രയൊക്കെ സിംറ്റംസും സയൻസും കാണിച്ചിട്ട് മസ്കുലാർ ഡിസ്ട്രോഫി അല്ലാതിരിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഡോക്ടർ അതുപോലെ തന്നെ ഈ അസുഖം ഉണ്ടോ ഇല്ല എന്നല്ല, ഇത് ഏത് ടൈപ്പാണെന്ന് അറിയാനുള്ള ടെസ്റ്റ് എന്നുള്ള രീതിക്കാണ് പറയുന്നു. എന്തൊക്കെ ആയാലും ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ കാത്തിരിക്കണ പോലെങ്കിലും. പക്ഷേ എക്സാമൊക്കെ പൊട്ടിയാൽ വീണ്ടും എഴുതാം. ഇത് പൊട്ടിയാൽ വീണ്ടും എഴുതാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും എത്ര കാലം ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് അറിയാൻ പറ്റുന്ന ഒരു പ്രത്യേകതര ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വേറെ ആർക്കും വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ കഥ. താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എത്ര കാലം വീഡിയോസ് ഇടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഉള്ള കാലമൊക്കെ മാക്സിമം വീഡിയോസ് ഇടാം.
സയൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.